Lord Jesus, I long to be perfectly whole. I want Thee forever to live in my soul. Break down every idol, cast out every foe. Now wash me, and I shall be whiter than snow. Whiter than snow, yes, whiter than snow. Now wash me, and I shall be whiter than snow. Lord Jesus, look down from the throne in the skies and help me to make a complete sacrifice. I give up myself and whatever I know. Now wash me, and I shall be whiter than snow. Whiter than snow, yes, whiter than snow. Now wash me, and I shall be whiter than snow. Lord Jesus, for this I most humbly entreat. I wait, blessed Lord, at Thy crucified feet. By faith for my cleansing, I see Thy blood flow. Now wash me, and I shall be whiter than snow. Whiter than snow, yes, whiter than snow. Now wash me, and I shall be whiter than snow. Lord Jesus, Thou seest I patiently wait. Come now and within me a new heart create. To those who have sought Thee, Thou never saidst no. Now wash me, and I shall be whiter than snow. Whiter than snow, yes, whiter than snow. Now wash me, and I shall be whiter than snow. Greetings from Kindergarten at Bethesda, in the mighty and marvelous name of our Lord and Savior Jesus Christ. Dear sisters and brothers, ധനഹായയ്ക്ക് ശേഷമുള്ള 5ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. 5th Sunday after Epiphany. സൗഖ്യദായക ഞായറായി ഈ ദിവസത്തെ നാം കണക്കാക്കുന്നു. ഹീലിംഗ് മിനിസ്ട്രി സൺഡേ. ദൈവത്തിൻ്റെ പദ്ധതി നമ്മിൽ കൂടെ നിറവേറപ്പെടുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തി അവരുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആ ബലഹീനത ചിലപ്പോൾ അവരുടെ രോഗങ്ങളാകാം, ശാരീരികമായി അവരെ അലട്ടുന്ന രോഗങ്ങൾ, മറ്റു ചിലപ്പോൾ അവരുടെ മാനസികമായ പ്രയാസങ്ങളാകാം. അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ ശക്തി
അവരിൽ തികഞ്ഞു വരുന്നതായുള്ള ഒരു അനുഭവം അവർക്കുണ്ടാകുന്നു. കാരണം അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവവേല ഈ ഭൂമിയിൽ ചെയ്യുവാൻ. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി അവരിൽ കൂടെ നിറവേറപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. ഇന്നത്തെ നമ്മുടെ വചനപാഠങ്ങളിൽ മോശയെപ്പറ്റിയും ഹെസ്സക്കിയ രാജാവിനെ പറ്റിയും കുരുടനായ ആ മനുഷ്യനെ പറ്റിയും പൗലോസ്ലീഹായെ പറ്റിയും ഒക്കെ നമുക്ക് പഠിക്കുവാനുണ്ട്. അവരെല്ലാവരും ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർക്ക് ബലഹീനതകളുണ്ടായിരുന്നു. ആ ബലഹീനതകളിൽ ദൈവം ബലവാനായി അവരുടെ കൂടെ നിന്നു. ദൈവത്തിൻ്റെ ശക്തി അവരുടെ ബലഹീനതകളിൽ തികഞ്ഞു വന്നു. ഓരോ വചനപാഠം പഠിക്കുമ്പോഴും നാം അതാണ് കാണുന്നത്. ആദ്യമായി ഇന്നത്തെ നമ്മുടെ കീവേഡ്സ് നോക്കാം. വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ നിന്നുള്ളതാണ് ഈ കീവേഡ്സ്. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. കാരണം ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. I must work the works of him who sent me while it is day. The night is coming when no one can work. ഇവിടെ പകലുള്ളയിടത്തോളം എന്ന് പറഞ്ഞിരിക്കുന്നത് നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതകാലത്തിൽ നാം ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പ്രവൃത്തി നാം ചെയ്യേണ്ടതാകുന്നു. കാരണം ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ആ രാത്രി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മരണത്തെ ഉദ്ദേശിച്ചാണ്. നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ലല്ലോ. അപ്പോൾ നാം ഇരിക്കുമ്പോൾ, അതായത് പകലുള്ളിടത്തോളം നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പ്രവൃത്തി ചെയ്യണം. അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതകാലം വളരെ ചെറുതാണ്. പരിമിതമായ സമയം മാത്രമേ നമുക്കുള്ളൂ. പെട്ടെന്ന് മരണം നമ്മെ പിടികൂടും. അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം പകൽ വളരെ കുറവാണ്. രാത്രി ഇതാ സമീപിക്കാറായി. So there will be no chance to do God's work anymore. അതിനാൽ ഈ ഭൂമിയിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ആ പകലിൽ നമ്മുടെ സമയം ബുദ്ധിപൂർവം നാം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ വേല നാം ചെയ്തെടുക്കണം. So Jesus here emphasizes the urgency of using one's time wisely to complete God's work. We must actively fulfill God's mission given to us. ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ്. അതിൻ്റെ 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യേശുതമ്പുരാൻ ഗലീലയിലെ ബെത്സേദയിൽ കൂടെ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. യേശു അവനെ സൗഖ്യമാക്കി. 40 വർഷക്കാലം ആ മനുഷ്യൻ അന്ധനായിരുന്നു. യേശു അവനെ സൗഖ്യമാക്കിയ ആ നിമിഷം മുതൽ അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുകയായിരുന്നു. അതായത് കാഴ്ച പ്രാപിച്ച ആ വ്യക്തി തന്നെ ആരാണ് സൗഖ്യമാക്കിയത്? തനിക്ക് കിട്ടിയ അത്ഭുത സൗഖ്യം എല്ലാവരോടും പറയുവാൻ തക്കവണ്ണം ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ഉദ്ദേശം ആ വ്യക്തിയെപ്പറ്റി ഇതായിരുന്നു: ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുക.
അവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് ആ വ്യക്തിയിൽ കൂടെ നടപ്പാക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ശക്തിയാണ് ബലഹീനനായ ആ മനുഷ്യനിൽ തികഞ്ഞു വന്നത്. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ അത്ഭുത പ്രവൃത്തിയിലൂടെ നാം കാണുന്നത്. നമുക്ക് വായിക്കാം. യേശു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാർ എങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് യേശു നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്നവനോട് പറഞ്ഞു. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു. അന്ധനായിരുന്ന ഈ വ്യക്തി ബലഹീനനായിരുന്നു. അവൻ്റെ ബലഹീന അവസ്ഥയിലാണ് ദൈവത്തിൻ്റെ ശക്തി ബലമായി തികഞ്ഞു വന്നത്. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. തൻ്റെ ശിഷ്യന്മാരുടെ ഒരു ചിന്താഗതി യേശു ഈ വേദഭാഗത്ത് തിരുത്തുന്നു. അന്ന് ശിഷ്യന്മാരുടെ ചിന്താഗതി തിരുത്തിയെങ്കിൽ ഇന്ന് ഈ വചനഭാഗം പഠിക്കുന്ന നാം ഓരോരുത്തരുടെയും ചിന്താഗതി തിരുത്തപ്പെടണം. ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ്റെ രക്ഷയാണ്. അവൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ രക്ഷ, ഹോളിസ്റ്റിക് ഹീലിംഗ്. മനുഷ്യൻ ആത്മാവാകയാൽ അവൻ്റെ ശാരീരികമായ യാതൊരു പരിമിതികളും, അത് രോഗമാകാം, ദാരിദ്ര്യമാകാം, ബലഹീനതയാകാം, അംഗവൈകല്യമാകാം, ഇതൊന്നും ആത്മരക്ഷ പ്രാപിക്കുന്നതിന് അവന് തടസ്സമല്ല. ആത്മരക്ഷ ശരീരസുഖത്തെയോ ശരീര സൗന്ദര്യത്തെയോ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അന്ധനായ ആ വ്യക്തിയെ സൗഖ്യമാക്കിയതിലൂടെ യേശു മനുഷ്യൻ്റെ ചിന്താഗതി ഭൗതികമായതിൽ നിന്ന് ആത്മീയമായതിലേക്ക് മാറ്റുകയാണുണ്ടായത്. ഇവൻ പാപം ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ ഇവൻ അന്ധനായി ജനിച്ചത് എന്നുള്ള ആ ഡിബേറ്റ് യേശു അവിടെ അവസാനിപ്പിച്ചു. ഇത് രണ്ടുമല്ല, ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനത്രേ എന്നാണ് യേശു പറഞ്ഞത്. ദൈവമഹത്വം മനുഷ്യന് ആത്മരക്ഷ നൽകപ്പെടുന്നതിലൂടെയാണ് നിറവേറപ്പെടേണ്ടത്, അല്ലെങ്കിൽ വെളിപ്പെടേണ്ടത്. നമ്മുടെ ചിന്തയുടെ പ്രയോറിറ്റി ആ മേഖലയിലായിരുന്നാൽ നമ്മുടെ ശാരീരിക സൗഖ്യം തനിയെ വന്നുകൊള്ളും, എളുപ്പത്തിൽ ലഭിച്ചിരിക്കും. ഇന്ന് ശരീരത്തെപ്പറ്റി, അതിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി, ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുവാൻ ധനവും സമയവും നമ്മുടെ ബന്ധങ്ങളുമെല്ലാം നാം ആവോളം ഉപയോഗപ്പെടുത്തുന്നു. അതിനുവേണ്ടി നാം നെട്ടോട്ടമോടുന്നു. നാം ഈ ഓട്ടം ഒന്ന് നിർത്തി, അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡൊന്ന് കുറച്ച് അവിടെ ഒന്ന് നിന്ന് ദൈവത്തിന് നമ്മെപ്പറ്റിയുള്ള ആ ഉദ്ദേശവും, അതുപോലെ എന്തിനാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത് എന്നും ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുവാൻ നാം സമയമെടുത്തിരുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യം പെട്ടെന്ന് സാധ്യമായേനെ. നമ്മെപ്പറ്റിയുള്ള ദൈവ ഉദ്ദേശം അത് മനസ്സിലാക്കുവാൻ, അങ്ങനെ ആത്മീയമായ തലത്തിൽ ചിന്തിക്കുവാൻ നാം
മുൻഗണന കൊടുക്കണം. പ്രയോറിറ്റി അതിനായിരിക്കണം. അങ്ങനെ അതിന് മുൻഗണന കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരസൗഖ്യം പെട്ടെന്ന് സാധ്യമാകും. സമ്പൂർണ്ണ സൗഖ്യം അഥവാ ഹോളിസ്റ്റിക് ഹീലിംഗ് ആണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇവിടെ ലക്ഷ്യം ആത്യന്തികമായി എന്താണ് സഹോദരങ്ങളെ? യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ശരീരവും പ്രാണനും ആത്മാവും അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടണം. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം. ഇങ്ങനെ ഒരു ചിന്തയുള്ളവർ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് തങ്ങളുടെ ജീവിതം നയിക്കുന്നവർ ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് ലഭിക്കുന്നവരായിരിക്കും. അത് അവർ നിശ്ചയമായും ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചിരിക്കും. അന്ധനായി 40 വർഷത്തോളം ജീവിച്ച ഈ മനുഷ്യനും ചുറ്റുമുള്ളവരും എന്താണ് യഥാർത്ഥത്തിൽ അവനെപ്പറ്റി ചിന്തിച്ചത്? അന്ധനായിരിക്കുന്ന ഇവനെ ആര് നോക്കും? ഇവനാരാഹാരം കൊടുക്കും? വസ്ത്രം കൊടുക്കും? ആരവനെ അന്വേഷിക്കും? അവൻ്റെ അമ്മയപ്പന്മാരുടെ മരണശേഷം ആരാണ് ഇവനെ നോക്കുന്നത്? ഇതൊക്കെയാണ് അവർ ചിന്തിച്ചത്. അവൻ്റെ ശരീരത്തെക്കുറിച്ച് മാത്രമാണ് അവർ കരുതിയത്. യേശുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യേശു അവനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ്റെ ഗതി എന്താകുമായിരുന്നു? എന്നാൽ യേശുവിനെ കിട്ടിയപ്പോൾ അവന് ലഭിച്ചത് ഹോളിസ്റ്റിക് ഹീലിംഗ് ആണ്, സമ്പൂർണ്ണ സൗഖ്യം. അതിനാലാണ് തന്നെ സൗഖ്യമാക്കിയവനെ സാക്ഷിക്കുവാൻ അവൻ പുറപ്പെട്ടത്. അവനോട് ചോദിച്ചവരോടെല്ലാം അവൻ യേശുവിനെ പറ്റി സംസാരിച്ചു. അതൊരു വലിയ സാക്ഷ്യമായിരുന്നു. ദൈവത്തിൻ്റെ വേല ഈ ഭൂമിയിൽ അവനാൽ ആവോളം അവൻ ചെയ്തു. അവൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞു വന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി വ്യക്തമാക്കപ്പെടുന്ന പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു വചനഭാഗമാണ് എക്സോഡസ് ചാപ്റ്റർ 4 വേഴ്സസ് 10-17. ഈ വേദഭാഗത്ത് നാം കാണുന്നത് ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നു ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ, അവരുടെ നായകനായിരിക്കുവാൻ. എന്നാൽ മോശ ദൈവത്തോട് പറയുന്നു, ദൈവമേ, ഈജിപ്തിലെ ഫറവോൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് സംസാരിക്കുവാൻ ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല. ഇവിടെ ദൈവം പല പല കാര്യങ്ങൾ പറഞ്ഞ് മോശയെ ധൈര്യപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിന് യഹോവ മോശയോട്, മനുഷ്യന് വായ് കൊടുത്തത് ആര്? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും സൃഷ്ടിച്ചത് ആര്? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിൻ്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. എന്നാൽ പിന്നെയും മോശ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന്. പിന്നെയും ദൈവം മോശയെ ധൈര്യപ്പെടുത്തുന്നു.
മോശയോട് ദൈവം പറയുന്നു, എന്നാൽ നിൻ്റെ സഹോദരനായ അഹ്റോനെ നിൻ്റെ കൂടെ അയക്കാമെന്ന്. നിങ്ങളോടുകൂടെ ഞാനുണ്ടായിരിക്കും, നിങ്ങൾ ധൈര്യമായി പോകുക, ആ വടിയും കൂടെ കയ്യിൽ കരുതിക്കൊള്ളുക, അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ അത് ഉപകരിക്കും. പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാം ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത്. നാം നമ്മുടെ കാഴ്ചയില്ലാത്ത കണ്ണിനെ പറ്റിയും തലവേദനയെ പറ്റിയും ക്യാൻസറിനെ പറ്റിയും വാക് സാമർഥ്യമില്ലാത്തതിനെ പറ്റിയും ഒക്കെ ചിന്തിക്കുന്നവരാണ്. എന്നാൽ പ്രധാനമായും നാം ചിന്തിക്കേണ്ടത് എന്താണെന്ന് ഈ വേദഭാഗത്ത് ദൈവം പറഞ്ഞിരിക്കുന്നു. എന്താണ് നാം ചിന്തിക്കേണ്ടത്? നാം എന്ത് ചിന്തയ്ക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? താൻ പരമാധികാരിയാണെന്ന് നാം ചിന്തിക്കണം. ഐ ആം എ സോവറിൻ ഗോഡ്. താൻ ശക്തനാണ് എന്ന് നാം ചിന്തിക്കണം. ശക്തി കാണിക്കുവാനാണ് ബലഹീനനെയും കുലഹീനനെയും വിക്കനെയും ചികിടനെയും ഒക്കെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഐ ആം പവർഫുൾ. ദൈവം വ്യക്തിപരമായി നമ്മെ തിരഞ്ഞെടുക്കുന്നു. മോശ എന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുവാൻ ദൈവം മനസ്സ് വെച്ചു. നാം ചിന്തിക്കേണ്ട വിഷയമാണിത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നു. അതുപോലെ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വില കൊടുക്കുന്നു. ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുമെന്നുള്ള വാക്ക്, അതിന് ദൈവം വില കൊടുത്തു. അതിനുവേണ്ടിയാണ് ദൈവം മോശയെ തിരഞ്ഞെടുത്ത് അയക്കുന്നത്. ദൈവം നമ്മോടും പല പല വാഗ്ദത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് നാം തക്ക പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്, നമ്മോട് വാക്ക് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന്. യഹോവ റാഫ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ആ വാക്കിന് നാം വില കൊടുക്കുന്നുണ്ടോ? നാം ഏത് കാര്യങ്ങൾക്കൊക്കെയാണ് പ്രധാനമായും വില കൊടുക്കേണ്ടത്? ഏത് കാര്യമാണ് നാം പ്രധാനമായും ചിന്തിക്കേണ്ടത് എന്ന് ഈ വചനഭാഗത്ത് ദൈവം നമ്മോട് പറയുകയാണ്. ഒന്നാമതായി നാം ചിന്തിക്കണം, ദൈവം പരമാധികാരിയാണ്, ദൈവം ശക്തനാണ്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തവനാണ്, ദൈവം തൻ്റെ വാക്ക് പാലിക്കുന്നവനാണ്, ആ വാക്ക് ഓർക്കുന്നവനാണ്. അതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യവും അധികാരവുമെല്ലാം ദൈവം മോശയിൽ കൂടെ തെളിയിച്ചു. എക്സോഡസ് 4:17 നാം ഇതാണ് കാണുന്നത്. ഒരു വടിയിൽ കൂടെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് മോശയെ കൊണ്ട് ദൈവം ചെയ്യിച്ചത്. നമ്മിൽ കൂടെ ദൈവം തൻ്റെ സാന്നിധ്യവും അധികാരവും തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ നാം ഓർക്കേണ്ടതാണ്. നമ്മുടെ കാഴ്ചയില്ലാത്ത കണ്ണിനെ പറ്റിയൊക്കെ ഓർക്കുന്നതിന് മുമ്പായി ഓർക്കേണ്ട കാര്യമാണിത്. ദൈവം വാക്കുമാറാത്തവനാണ്. നമ്മോട് പറഞ്ഞ തൻ്റെ വാഗ്ദത്തങ്ങൾ ഓർക്കുന്നവനാണ്, അത് പാലിക്കുന്നവനാണ്. നാം അതിൽ എത്രമാത്രം ചിന്തയുള്ളവരാണ്, ഓർമ്മയുള്ളവരാണ് എന്ന് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിത് വല്ലതും ബോധമുണ്ടോ, വിചാരമുണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളവനാണ് എന്ന് നിങ്ങളറിയുന്നോ? അത്
അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ എന്തായിരുന്നു മോശയുടെ പ്രശ്നം? ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വേഴ്സ് 10, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്നാണ്. പക്ഷെ അത് തെറ്റായിട്ടുള്ള ഒരു തർജ്ജമയാണ്. മോശ വിക്കനായിരുന്നില്ല. നാം അപ്പോസ്തല പ്രവൃത്തികൾ 7:22 വായിക്കുമ്പോൾ അവിടെ കാണുന്നു, 40 വയസ്സ് വരെ രാജകൊട്ടാരത്തിൽ വളർന്നവനായിരുന്നു ഈ മോശ, ഈജിപ്തിലെ കൊട്ടാരത്തിൽ. ഈജിപ്തുകാരുടെ സകല വിദ്യയിലും ജ്ഞാനത്തിലും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു എന്നാണ് നാം അവിടെ കാണുന്നത്. ഇങ്ങനെ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്ന മോശയ്ക്ക് എവിടെയാണ് വിക്ക്? ഇവിടുത്തെ പ്രശ്നം, മോസസ് കൺസിഡേർഡ് ഹിംസെൽഫ് എ പുവർ സ്പീക്കർ. രാജാവിൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുവാൻ അവന് ധൈര്യമില്ലായിരുന്നു. അവൻ ശങ്കിച്ചു, മടി കാണിച്ചു. രാജാവിനോട് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ പറയേണ്ടതുപോലെ പറയുവാൻ പറ്റുമോ, അതൊക്കെ ചിന്തിച്ച് മോശ പറയുകയാണ്, Moses described himself as slow of speech and of a slow tongue. ഇത് മോശയുടെ പ്രശ്നമാണ്. മോശയാണ് മോശയെ പറ്റി ഇങ്ങനെ ചിന്തിച്ചത്. എനിക്ക് പറയുവാൻ കഴിയുമോ, രാജാവിന് മുമ്പാകെ നിൽക്കാൻ കഴിയുമോ, സംസാരിക്കുമ്പോൾ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു തോന്നലാണ് മോശയ്ക്ക് വന്നത്. അതുകൊണ്ട് മോസസ് കൺസിഡേർഡ് ഹിംസെൽഫ് എ പുവർ സ്പീക്കർ, സ്ലോ സ്പീച്ച് ആൻഡ് ഓഫ് എ സ്ലോ ടങ്. ഇതിൻ്റെ അർത്ഥം സംസാരത്തിൽ മോശ നിപുണനല്ലെന്നോ കാര്യങ്ങൾ നടത്തുവാൻ പ്രാപ്തിയില്ലാത്തവനല്ലെന്നോ അല്ല. ഈ മോശയുടെ അഭിപ്രായമാണ് മോശ പറഞ്ഞത്. മോശയ്ക്ക് തന്നെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്, മോസസ് സെൽഫ് പെർസെപ്ഷൻ. മോശ ദൈവത്തോട് പറഞ്ഞു, സീ ഐ എം ഓഫ് ഇംപീഡഡ് സ്പീച്ച്, ഹൗ ദെൻ ഷുഡ് ഫെറോ ഹീഡ് മീ. യഥാർത്ഥത്തിൽ ഈ സ്പീച്ച് ഇംപെഡിമെൻറ്റ് മോശയ്ക്കുണ്ടായിരുന്നോ? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. മോശ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്, മറ്റാരും പറഞ്ഞില്ല, ദൈവവും കണ്ടില്ല, ദൈവവും പറഞ്ഞില്ല. ഇങ്ങനെയാണ് സഹോദരങ്ങളെ നാം ഓരോരുത്തരും നമ്മെപ്പറ്റി തന്നെ ഓരോ കാഴ്ചപ്പാട്, നമ്മെപ്പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് ദൈവം നോക്കുന്നത് പോലെയല്ല, ദൈവം കാണുന്നത് പോലെയല്ല. നാം ദൈവത്തോട് നാം നമ്മെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ സംസാരിക്കും. പക്ഷേ ദൈവം നമ്മളെ ആ രീതിയിലല്ല കാണുന്നത്. മോശയാണ് ഇവിടുത്തെ ഉദാഹരണം. ഞാൻ മിക്കനാണെന്നും തടിച്ച നാവുള്ളവനാണെന്നും ഒക്കെ മോശ കരുതി. പക്ഷേ തെറ്റാണ്. മോശ അങ്ങനെയുള്ളവനായിരുന്നില്ല. അത് മോശയുടെ കാഴ്ചപ്പാടായിരുന്നു, അത് മോശയുടെ പ്രശ്നമായിരുന്നു. പുറപ്പാട് പുസ്തകം 7-5 വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ ശക്തി മോശയിൽ തികഞ്ഞു വന്നപ്പോൾ, മോശയുടെ ആ ബലഹീനതയിൽ തികഞ്ഞു വന്നപ്പോൾ മോശ എങ്ങനെയായി മാറിയെന്ന് ദൈവം മോശയോട് പറഞ്ഞു, രാവിലെ നീ ഫറവോൻ്റെ അടുക്കൽ ചെല്ലുക, അവൻ വെള്ളത്തിൻ്റെ അടുക്കൽ ഇറങ്ങി വരും, നീ അവനെ കാണുവാൻ നദീതീരത്ത് നിൽക്കണം. അവലംബിച്ചാണ് മോശ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. Go to Pharaoh in the morning as he is coming out of the water,
and station yourself before the Pharaoh at the end of the Nile, and say to him, let my people go. രാജാവ് നദിയിലെ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ അവിടെ മോശ രാവിലെ പോയി നിൽക്കുക. ഇത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു രാജാവിൻ്റെ അടുക്കൽ എപ്പോഴാണ് മോശയ്ക്ക് ആ ധൈര്യം കിട്ടിയത്? ദൈവം ഉറപ്പ് കൊടുത്തപ്പോൾ. മോശയുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞു വന്നപ്പോൾ അവൻ ധൈര്യമുള്ളവനായി മാറി. Here Moses is speaking to one of the most powerful men of the world. അവൻ നദീതീരത്ത് ചെന്ന് നിന്നു. ഫറവോൻ്റെ മുഖത്ത് നോക്കി വ്യക്തമായും ശക്തമായും പറഞ്ഞു, എൻ്റെ ജനത്തെ വിട്ടയക്കുക. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയെ വിസ്മരിച്ചു കളഞ്ഞ ഒരു രാജാവിനെ ശ്രദ്ധിക്കാം. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ. ആ രാജാവ് മറ്റാരുമായിരുന്നില്ല, കിങ് ഹെസക്കിയ ഓഫ് ജൂഡ, യഹൂദ രാജ്യത്തിൻ്റെ രാജാവായ ഹിസ്കിയാവ്. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. പ്രവാചകൻ്റെ വാക്ക് കേട്ട് അതീവ ദുഃഖിതനായി രാജാവ് കരയുകയാണ്. തനിക്ക് വേണ്ടത് തൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യമാണ്. തനിക്ക് സൗഖ്യം വേണം. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞത്? ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു. എൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് രോഗസൗഖ്യം വേണം. നന്മ പ്രവർത്തികൾ ചെയ്യുന്നതിനാലാണ് സൗഖ്യം വേണ്ടത്. പ്രാർത്ഥനയും കണ്ണുനീരും ദൈവമുമ്പാകെ അണയ്ക്കുന്നതിനാൽ നിശ്ചയമായും ഞാൻ ശരീരത്തിൽ സുഖമുള്ളവനായിരിക്കണം, അരോഗദൃഢഗാത്രനായിരിക്കണം എന്ന് കരുതുന്നവരുടെ ഒരു പ്രതിനിധിയാണ് ഈ രാജാവ്. ഞാൻ കണ്ണുനീരും പ്രാർത്ഥനയുമെല്ലാം ദൈവമുമ്പാകെ അണയ്ക്കുന്നതിനാൽ ഞാൻ ശരീരത്തിൽ സുഖമുള്ളവനായിരിക്കണം. അതുപോലെ നന്മ പ്രവർത്തികൾ ചെയ്യുന്നതിനാൽ ഞാൻ സുഖമുള്ളവനായിരിക്കണം. ഇങ്ങനെയൊക്കെയും ചിന്തിക്കുന്നവരുടെ ഒരു പ്രതിനിധിയാണ് ഈ രാജാവ്. എന്താ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലേ? നമുക്ക് നോക്കാം. ഇവിടെ ദൈവത്തിൻ്റെ സർവാധികാരം ഒരു വേള ഈ രാജാവ് മറന്നുപോയി. ദൈവത്തെപ്പറ്റി മറന്നുപോയ രാജാവ് അതിഭയങ്കര ദുഃഖം പൂണ്ട് കട്ടിലിൽ കിടന്ന് മുഖം ചുവരിന് നേരെ തിരിച്ച് പ്രാർത്ഥിക്കുകയാണ്. വേണ്ടതെന്താണ്? ശരീരസൗഖ്യം. ദൈവം ഒരു പക്ഷേ ഈ രാജാവിനോട് പറഞ്ഞു വന്നിരിക്കട്ടെ, നീ ശരീരസൗഖ്യം വലുതായി കാണുമ്പോൾ ഞാൻ ഇവിടെ വാഴുന്നു എന്ന കാര്യം നീ മറക്കുന്നു. എൻ്റെ അതിശയ പ്രവൃത്തികളും എൻ്റെ പദ്ധതിയും അധികാരവും നീ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രമാത്രം നീ ദുഃഖിക്കയില്ലായിരുന്നു. നീ എത്ര പൊട്ടനാണ്. ദൈവത്തെപ്പറ്റി ചിന്തിക്കുവാൻ നീ എന്താണ് മറന്നുപോയത്? നീ തന്നെ പറഞ്ഞുവല്ലോ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെയും നീ ചെയ്തതായി. അത് നീ ഓർക്കുന്നുണ്ട്. അതുമാത്രം നല്ലതുപോലെ
ഓർക്കുന്നുണ്ട്. ഞാൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. അതെല്ലാം ഓർക്കുക മാത്രമല്ല, ദൈവത്തോട് പറയുകയുമാണ്. പക്ഷേ ദൈവത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ ദൈവം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഞാനിവിടെ വാഴുന്നു, ആ കാര്യം നീ എന്തുകൊണ്ട് മറന്നുപോയി? നീ എൻ്റെ അതിശയ പ്രവൃത്തികളും എൻ്റെ പദ്ധതിയും അധികാരവും അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇത്രമാത്രം ദുഃഖിക്കുകയില്ലായിരുന്നു. ഇവിടെ ദൈവം ഈ ഹിസ്കിയാ രാജാവിൻ്റെ രാജ്യത്തെയും കാവൽ ചെയ്ത് അതിനെ അസീറിയൻ രാജാവായ സെൻഹെരീബിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ പദ്ധതി തയ്യാറാക്കുമ്പോഴാണ് നിൻ്റെ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ നിൻ്റെ ഒരു രോഗം മാറാനാണല്ലോ ഈ പ്രാർത്ഥിച്ചത്. എന്താണ് രോഗം? നിസ്സാരപ്പെട്ട ഒരു പരുവാണ്. പക്ഷേ ഇവിടെ ഈ യെശയ്യാ പ്രവാചകനാണ് ആ പരുവിനെ ഒരു മാരക രോഗമാക്കിയത്, മരിക്കത്തക്ക രോഗമാക്കിയത്. ഇത്രമാത്രം നിസ്സാരമായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു രോഗം വന്നിട്ട് പെട്ടെന്ന് ഈ പ്രവാചകൻ്റെ വാക്ക് കേട്ട് ദൈവത്തെ മറന്നുപോയി. പെട്ടെന്ന് ശരീരത്തിന് എങ്ങനെയെങ്കിലും സുഖം പ്രാപിക്കണം. നീ മരിച്ചു പോകും, നിൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞ് പേടിപ്പിച്ചത് ഈ യെശയ്യാ പ്രവാചകനായിരുന്നു. എന്തിനാണ് ഒരു പരു വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കാര്യം യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, അല്ലെങ്കിൽ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചത്? ദൈവത്തെ നീ ഏറ്റവും വലിയവനായി സദാ കാണണം എന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. ദൈവത്തെ ഏറ്റവും വലിയവനായി, സർവാധികാരിയായി, സർവശക്തനായി, വാഴുന്നവനായി നീ സദാ കാണണം. നിൻ്റെ ശരീരസൗഖ്യം മാത്രമല്ല, ആയുസ്സും ദേശത്തിൻ്റെ രക്ഷയും എല്ലാം ഒരുമിച്ച് തരുവാൻ ശക്തനായ ഒരു ദൈവമാണ് ഞാൻ എന്ന് രാജാവിന് കാണിച്ചു കൊടുക്കണം. അത് ദൈവം ആഗ്രഹിച്ചു. അതിനായിരുന്നു യെശയ്യാ പ്രവാചകനിൽ കൂടെ ഈ കാര്യം ദൈവം ചെയ്തത്. നാം എപ്പോഴൊക്കെ ദൈവത്തെ മറക്കുമോ, അല്ലെങ്കിൽ ദൈവത്തെക്കാൾ കൂടുതൽ നമ്മിലേക്ക് തന്നെ നമ്മുടെ കണ്ണ് തിരിക്കുമോ, അപ്പോഴാണ് രോഗസൗഖ്യം വരുവാൻ താമസിക്കുന്നത്, അല്ലെങ്കിൽ രോഗസൗഖ്യം വരാത്തത്, ആ രോഗത്തിൽ നാം മരിച്ചു പോകുന്നത്. ആ മോശയോട് ദൈവം ചോദിച്ചു, മനുഷ്യന് വായ് കൊടുത്തത് ആര്? ദൈവത്തിൻ്റെ സർവശക്തി, സർവാധികാരം, ദൈവമാണ് വാഴുന്നത് എന്നുള്ള കാര്യം പ്രഥമമായും നാം ഓർക്കണം. പ്രയോറിറ്റി കൊടുക്കേണ്ടത് ദൈവിക ചിന്തകൾക്കാണ്. കാരണം ദൈവം നമ്മുടെ അടുത്തുണ്ട്. ദൈവം ഓർക്കുമല്ലോ, ഞാനിവിടെ അടുത്ത് നിന്നിട്ടും എന്നിലേക്ക് നിങ്ങൾ കണ്ണുയർത്തുകയോ എൻ്റെ കാര്യം ഞാൻ ആരാണെന്ന് നിങ്ങൾ ഒരു വേള ഹൃദയം കൊണ്ട് ചിന്തിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. നിങ്ങളെപ്പറ്റി തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ ശരീരത്തിന് ഭംഗി വേണം, നിങ്ങളുടെ ശരീരത്തിലെ അസുഖമെല്ലാം മാറണം, ആ കാര്യം മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി കരയുകയും ഉപവാസമെടുക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീരും നോമ്പും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെയും ദൈവം ചെയ്യുന്നത്, നാം ഈ പഠിച്ച വേദഭാഗങ്ങളിലെല്ലാം കാണുന്നത്, ദൈവത്തെപ്പറ്റി ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുവാൻ നാം പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങളെല്ലാം തനിയെ പോകും, പെട്ടെന്ന് പോകും. അതാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ മറന്നു പോവുകയാണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ.
നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനതനുസരിച്ച് കാര്യങ്ങളൊക്കെയും ക്രമീകരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ല. ഞാനത് നിവർത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്നത് ഓർക്കുമോ, എന്നത് വിശ്വസിക്കുമോ, ആ വക കാര്യങ്ങൾക്ക് എന്ന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുമോ, അന്ന് നിങ്ങളുടെ ശരീര സൗഖ്യം സാധ്യമാകും. പെട്ടെന്ന് സൗഖ്യം നടക്കും. ഈ പാഠമാണ് പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരവും സർവശക്തിയും ദൈവമഹത്വവുമെല്ലാം സ്വന്തം ജീവിതത്തിൽ കൂടി അനുഭവിച്ചറിഞ്ഞ പൗലോസ്ലീഹ തൻ്റെ ജഡത്തിൽ ഒരു ശൂലം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വേദഭാഗമാണ് അവസാനമായി നാം ചിന്തിക്കുന്നത്. 2 Corinthians chapter 12 verses 1-10. ഏത് തരം രോഗമാണ് തന്നെ ബാധിച്ചിരിക്കുന്നതെന്ന് പൗലോസ്ലീഹ വ്യക്തമായി പറയുന്നില്ല. ഒന്നുകിൽ അത് തൻ്റെ ശരീരത്തിലെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ അത് തൻ്റെ ചിന്തകളെ ബാധിക്കുന്ന ഇമോഷണൽ അഫ്ലിക്ഷനായിരിക്കാം, അതുമല്ലെങ്കിൽ ആത്മീയമായ എന്തെങ്കിലും പ്രശ്നങ്ങളാകാം. എന്തായാലും ഹിസ്കിയ രാജാവിനെ പോലെ ആയിരുന്നില്ല പൗലോസ്ലീഹ. ഉയർന്ന ആത്മീക ചിന്തയുള്ളവനായിരുന്നു. അതേസമയം ഹിസ്കിയ രാജാവ് എന്താണ് പ്രാർത്ഥനയിൽ യഹോവയോട് പറഞ്ഞത്? യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുമ്പാകെ നടന്നത് ഓർക്കണമേ. തിരുമുമ്പിൽ പ്രസാദമായുള്ളത് ചെയ്തത് ഓർക്കണമേ. തന്നെപ്പറ്റി തന്നെ ദൈവത്തോട് പറയുകയാണ്. എന്നാൽ പൗലോസ്ലീഹ പറയുന്നു, എനിക്ക് ജഡത്തിൽ പ്രശംസിപ്പാൻ ഒന്നുമില്ല എന്ന്. പക്ഷേ ദൈവത്തിൽ നിന്ന് താൻ പ്രാപിച്ച ദർശനങ്ങളും വെളിപ്പാടുകളും അത് ഏറ്റവും മഹത്തരമായി പൗലോസ്ലീഹ കണ്ടു. പൗലോസ്ലീഹ അതിൽ ഊറ്റം കൊണ്ടിരുന്നു. വേഴ്സ് 2 അതാണ് നാം കാണുന്നത്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. എത്രമാത്രം വിനീതനായിട്ടാണ് പൗലോസ്ലീഹ സംസാരിക്കുന്നത്. ഇത്രമാത്രം മഹത്തരമായ ഒരു സംഭവം നടന്നിട്ടും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ടും അവിടെ താൻ അറിയാത്ത ഭാഷ കേട്ടിട്ടും ഇതിലൊക്കെയും ഊറ്റം കൊള്ളുവാൻ തക്കവണ്ണം താൻ ശ്രദ്ധിച്ചു. എങ്കിലും ഒരു വേള ഓർക്കുകയാണ് താൻ ഇതിലൊക്കെ നിഗളിച്ചു പോകുമോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്ന ആ ദൈവ സാന്നിധ്യവും ആ സന്ദർഭങ്ങളൊക്കെയും നാം ഓർക്കുകയും അത് നാം മറ്റുള്ളവരോട് പറയുകയും അതിൽ ഊറ്റം കൊള്ളുകയും വേണം. പൗലോസ്ലീഹ അങ്ങനെ ചെയ്തിരുന്നവനാണ്. പക്ഷേ പൗലോസ്ലീഹായ്ക്ക് ഒരു സംശയം, ഇനി ഞാൻ എങ്ങനെയെങ്കിലും നിഗളിച്ചു പോകുമോ? അതാണ് വേഴ്സ് 17 നാം വായിക്കുന്നത്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെയാണ് ഈ നൽകിയിരിക്കുന്നത് എന്ന് പൗലോസ്ലീഹ ഉറപ്പിച്ച് പറയുകയാണ്. വേറൊന്നും പൗലോസ്ലീഹായ്ക്ക് നോക്കിയിട്ട് കാണുന്നില്ല. എന്താണ് ഈ ശരീരത്തിലെ അഫ്ലിക്ഷന് കാരണമെന്ന്. ഒടുവിലൊരു കൺക്ലൂഷനിൽ എത്തുകയാണ്. ഇത് വേണ്ടാത്ത ഒരു കൺക്ലൂഷനാണ്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കാനാണ് എന്നെ കുത്തുവാൻ ഈ ശൂലം എൻ്റെ ജഡത്തിൽ തന്നിരിക്കുന്നത്. അത് സാത്താൻ്റെ ദൂതനാണ്. എത്രമാത്രം എളിമയോടാണ് പൗലോസ്ലീഹ സംസാരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇത് നമുക്കൊരു മാതൃകയാണ്. ഇവിടെ വേഴ്സ് 8 മുതൽ ഞാനൊന്ന് വായിക്കാം. ജഡത്തിലുള്ള ഈ ശൂലം
എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. തൻ്റെ ശരീരത്തിലെ ഈ അഫ്ലിക്ഷൻ നീങ്ങിപ്പോകുവാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവ് ഒന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് ഇതാണ്: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നീ ബലഹീനനായിരിക്കുമ്പോൾ നിന്നിൽ ഞാൻ എൻ്റെ ശക്തി അതിയായി വെളിപ്പെടുത്തും. നീ അതിൽ സന്തോഷിക്കും. അതുതന്നെയാണ് തുടർന്ന് പറയുന്നത്. എൻ്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടമാണ് ഇതൊക്കെ സഹിക്കാൻ. ഇതെനിക്ക് വേണം എന്ന് പറയുകയാണ്. കാരണം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ബലഹീനത വരുമ്പോൾ ദൈവത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവനിലേക്ക് ഒഴുകുന്നത്. ദൈവമാണ് അവിടെ ശക്തനായി കാണുന്നത്. ദൈവം തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ബോധം, ദൈവ സാന്നിധ്യ ബോധം, ദൈവത്തിൻ്റെ ശക്തി നാം അനുഭവിക്കുമ്പോൾ അതിൽ പരം ഒരു സന്തോഷം വേറെയില്ല. അതാണ് സന്തോഷം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ ബലഹീനതയും കയ്യേറ്റവും ബുദ്ധിമുട്ടും ഒക്കെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവമാണ് വലുത്. അവൻ്റെ സർവാധികാരത്തിലും ശക്തിയിലും ദയയിലും നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും നൽകപ്പെടുന്ന സൗഖ്യവും സമാധാനവും നാം ഏറ്റവും മഹത്തരമായി മനസ്സിലാക്കും. ഇവിടെയെല്ലാം ദൈവത്തിനാണ് മഹത്വം ചേർക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അനിന്ദരായി കാക്കപ്പെടുക എന്നതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. നമ്മുടെ ശരീരവും പ്രാണനും ആത്മാവും എല്ലാം അനിന്യമായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ കാണപ്പെടണം. അങ്ങനെ അത് നാം കാക്കണം. അങ്ങനെ കാക്കപ്പെടട്ടെ, അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.